നമ്മൾ ഇനി നെക്സ്റ്റ് ഫോർത്ത് മോഡ്യൂൾ നോക്കുന്നത് സീക്വൻഷ്യൽ സർക്യൂട്ടാണ്. അപ്പം നമ്മൾ ഈ തേർഡ് മോഡ്യൂൾ കംപ്ലീറ്റ്ലി നോക്കിയതെല്ലാം ഈ പറയുന്ന പോലെ കോമ്പിനേഷൻ സർക്യൂട്ട് തന്നെ. അതിൻ്റെ അകത്താണ് ഹാഫ് ആഡർ, ഫുൾ ആഡർ, ഹാഫ് സബ്ട്രാക്ടർ, ഫുൾ സബ്ട്രാക്ടർ, മക്സ്, ഡിമക്സ്, എൻകോഡർ, ഡീകോഡർ, കോഡ് കൺവേർട്ടേഴ്സ്, പിന്നെ ഇനിയും ഉണ്ട് പാരിറ്റി ജനറേറ്റർ ഒക്കെ ഉണ്ട്. ആക്ച്വലി നിങ്ങൾക്കത് പഠിക്കാൻ ഉണ്ടായിരുന്നില്ല, സിലബസിലില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് മോഡ്യൂളിലേക്ക് കിടക്കുകയാണ്. മോഡ്യൂൾ 4. മോഡ്യൂൾ 4 നമ്മൾ സീക്വൻഷ്യൽ സർക്യൂട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ സീക്വൻഷ്യൽ സർക്യൂട്ട് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് വെച്ചാൽ ഒരു കോമ്പിനേറ്റർ സർക്യൂട്ടിൻ്റെ കൂടെ വി ആർ ഇൻട്രൊഡ്യൂസിങ് എ മെമ്മറി എലമെൻറ്റ്. അപ്പോൾ ഇവിടെ എന്താണ് ഇത് ഓൾറെഡി തന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, അതായത് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്രസൻറ്റ് ഇൻപുട്ടിനെയും പാസ്റ്റ് ഔട്ട്പുട്ടിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രീവിയസ് ഔട്ട്പുട്ടിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ആക്ച്വലി നമ്മൾ ഇനി മെമ്മറി എലമെൻറ്റ്സ് എന്തൊക്കെയൊക്കെയാണെന്നാണ് ഈ മോഡ്യൂൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ തമ്മിലുള്ളൊരു ഡിഫറൻസ് നോക്കാം. അപ്പോൾ സീക്വൻഷ്യൽ കോമ്പിനേഷൻ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ഡിപ്പെൻഡ് ഓൺലി ഓൺ ദ പ്രസൻറ്റ് ഇൻപുട്ട്. പക്ഷേ സീക്വൻഷ്യൽ എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഇറ്റ് വിൽ ഡിപ്പെൻഡ് ഓൺ ദ പ്രസൻറ്റ് ഇൻപുട്ട് ആൻഡ് പാസ്റ്റ് ഔട്ട്പുട്ട്, രണ്ടിനും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി കോമ്പിനേഷൻ സർക്യൂട്ടിലെന്ന് വെച്ചാൽ മെമ്മറി എലമെൻറ്റ് ആബ്സെൻ്റ് ആണ്, മെമ്മറി എലമെൻറ്റ് ഇല്ല. പക്ഷേ സീക്വൻഷ്യലി മെമ്മറി എലമെൻറ്റ് പ്രസൻ്റ് ആണ്. പിന്നെ ഇതിൻ്റെ മെയിൻ ഒരു ഡിഫറൻസ് എന്ന് വെച്ചാൽ കോമ്പിനേഷൻ നമുക്ക് ക്ലോക്ക് സിഗ്നൽ വേണ്ട, പക്ഷേ സീക്വൻഷ്യൽ വി ഷുഡ് ഹാവ് എ ക്ലോക്ക് സിഗ്നൽ. ഒരു ക്ലോക്ക് സിഗ്നൽ റിക്വയർഡ് ആണ്. പിന്നെ ഇതിൻ്റെ എക്സാമ്പിൾ ഹാഫ് ആഡർ, ഫുൾ ആഡർ, മക്സ്, ഡിമക്സ്, അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. പക്ഷേ ഇതിലെന്ന് വെച്ചാൽ സീക്വൻഷ്യൽ എന്ന് വെച്ചാൽ ഫ്ലിപ്പ് ഫ്ലോപ്പ്, കൗണ്ടേഴ്സ്, രജിസ്റ്റേഴ്സ്, അങ്ങനെ 3 ഉള്ളത്. അപ്പോൾ ഇതാണ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് മെമ്മറി എലമെൻറ്റ്സ് ആയ ഫ്ലിപ്പ് ഫ്ലോപ്പ്, രജിസ്റ്റേഴ്സ്, കൗണ്ടേഴ്സിനെ കുറിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത് മെമ്മറി എലമെൻറ്റ്സിനെ കുറിച്ചാണ്. ഫ്ലിപ്പ് ഫ്ലോപ്പ്, കൗണ്ടേഴ്സ്, ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്, അങ്ങനെ 3 മെമ്മറി എലമെൻറ്റ്സ് ആണ് നമുക്കുള്ളത്. അതിൽ നമ്മൾ മോഡ്യൂൾ 4 ഫ്ലിപ്പ് ഫ്ലോപ്പും കൗണ്ടേഴ്സും മാത്രമേ പഠിക്കുന്നുള്ളൂ. ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ഒക്കെ മോഡ്യൂൾ 5 നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് തന്നെ 4 ടൈപ്സ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്മൾ പഠിക്കുന്നുണ്ട്. എസ് ആർ എന്ന് പറയുന്നത് സെറ്റ് ആൻഡ് റീസെറ്റ് എന്നാണ് പറയുന്നത്. പിന്നെ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് പഠിക്കുന്നുണ്ട്. ഡി എന്ന് പറയുന്നത് ഡിലേ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. പിന്നെ വരുന്നത് JK ആണ്, ജാക്ക് ആൻഡ് കിൽബി ആണ് JK. പിന്നെ വരുന്നത് ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. ടി എന്ന് പറയുന്നത് ഇറ്റ്സ് കോൾഡ് ആസ് ടോഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ്. അതുപോലെ കൗണ്ടേഴ്സും 2 ടൈപ്പ് ഓഫ് കൗണ്ടർ ഉണ്ട്, അസിൻക്രണസും സിൻക്രണസും. ഇത് കുറച്ച് വാസ്റ്റ് ടോപ്പിക്കാണ്, കുറച്ചുകൊണ്ട് പഠിക്കാനായിട്ട്. പക്ഷേ പഠിച്ച് കിട്ടിക്കഴിഞ്ഞാൽ വളരെയധികം ഈസിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് പഠിക്കുന്നതിന് മുന്നേ വി ഷുഡ് ഹാവ് എ ക്ലിയർ കോൺസെപ്റ്റ് ഓൺ ലാച്ചസ്. എന്താണ് ലാച്ചസ് എന്നുള്ള ക്ലിയർ കോൺസെപ്റ്റ് നമുക്ക് വേണം. ശരിക്കും ലാച്ച് എന്ന് പറയുന്നത് നമ്മുടെ ഒരു എന്താണ് ഈ സീക്വൻസ് സർക്യൂട്ടിൻ്റെ ബിൽഡിംഗ് ബ്ലോക്കാണ്. അപ്പോൾ ഇതെന്ന് പറയുന്ന ഗേറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ലാച്ചസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലെന്ന് പറയുന്നത് നമുക്ക് രജിസ്റ്റേഴ്സ് ഒന്നും വേണ്ട, ഇതിൽ നമ്മൾ ക്ലോക്ക് സിഗ്നലൊന്നും പഠിക്കുന്നില്ല. പക്ഷേ ജനറലി ഈ ലാച്ച് സർക്യൂട്ട് പഠിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ലാച്ചാണ് നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് ക്ലിയർ ആക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ലാച്ച് പഠിക്കുക, എന്നിട്ട് വേണം നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പിലോട്ട് പോകാൻ. അപ്പോൾ ഈ ലാച്ച് സർക്യൂട്ട് എന്ന് പറയുന്നത് നമുക്ക് 2 ടൈപ്പിൽ റെപ്രസെൻറ്റ് ചെയ്യാം. നാൻഡ് വഴി റെപ്രസെൻറ്റ് ചെയ്യാം, നോർ വഴി റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ രണ്ടും കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം നാൻഡ് വഴിയുള്ള കേസ് കാണുവാണേ. നാൻഡ് എന്ന് പറയുന്നത് 2 നാൻഡ് ഗേറ്റ് വരയ്ക്കുവാണ്. ഇവിടെ 2 നാൻഡ് ഗേറ്റ് വരച്ചിട്ട് ഇവിടെ ഒരു ഇൻപുട്ടുണ്ട്, ഇവിടെ ഒരു ഇൻപുട്ടുണ്ട്. ഈ ഇൻപുട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ഔട്ട്പുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ഓക്കെ, ഇനി SR സെറ്റ് റീസെറ്റ്. നമ്മൾ ആദ്യം SR ലാച്ച് ആണ് വരയ്ക്കുന്നത്. ക്യൂ ബാർ. ഇങ്ങനെയാണ് നാൻഡ് ഗേറ്റ് വെച്ച് SR ലാച്ച് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്. ഓക്കെ, നാൻഡും പറഞ്ഞുതരാം, നോറും പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമുക്ക് നാൻഡ് ഗേറ്റിൻ്റെ കേസ് ആദ്യം നോക്കാം. നാൻഡ് ഗേറ്റിന് കുറച്ച് കേസസ് ഉണ്ട്, അതിൻ്റെ ട്രൂത്ത് ടേബിളൊക്കെ ആദ്യം പഠിച്ചിട്ട് നമുക്ക് നോറിലോട്ട് പോകാം. ഓക്കെ, അപ്പം നാൻഡ് എന്ന് പറയുന്നതിൻ്റെ ട്രൂത്ത് ടേബിൾ ആദ്യം നമുക്കിവിടെ സൈഡിൽ എഴുതാം. AB 2 ഇൻപുട്ട് ആണെങ്കിൽ നാൻഡിൻ്റെ ഔട്ട്പുട്ട് A.B ദ ഹോൾ കോംപ്ലിമെൻ്റ് ആണ്. 0 0 0 1 1 0 1 1 ആണ്. 0 മൾട്ടിപ്ലൈഡ് വിത്ത് 0 എന്ന് പറയുന്ന വാല്യൂ 0 ആണ്. കോംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ 1 കിട്ടും. 0 × 1 എന്ന് പറയുന്നത് 0, കോംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ 1. 0 × 1 എന്ന് പറയുമ്പോൾ 0, കോംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും. 1 × 1 എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? 1 × 1 എന്ന് പറയുന്നത് 1 ആണ്. കോംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും. അപ്പോൾ ഇതാണ് നാൻഡിൻ്റെ ഔട്ട്പുട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാച്ച്. അപ്പോൾ ഇതാണ് ഒരു ലാച്ച് സർക്യൂട്ട് യൂസിങ് നാൻഡ് ഗേറ്റ് ആണ്. ഞാൻ വീണ്ടും പറയുകയാണ്, നാൻഡ് ഗേറ്റിൻ്റെ ലാച്ച് സർക്യൂട്ടാണ്. നോർ ആകുമ്പോൾ വേറെയാണ് വരുന്നത്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇംപ്ലിമെൻറ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസിങ് നാൻഡ് ഗേറ്റ് അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസിങ് നോർ ഗേറ്റ് എന്നായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ നാൻഡ് ചോദിച്ചാൽ നാൻഡ് തന്നെ വരയ്ക്കണം, നോർ ചോദിച്ചാൽ നോർ തന്നെ വരയ്ക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഇനി അടുത്തത്, അപ്പോൾ ഇതിൽ നമുക്ക് ട്രൂത്ത് ടേബിൾ എങ്ങനെയാണ് എഴുതുന്നത്, ഇതിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ നമുക്കിപ്പോൾ ഒരു വാല്യൂസ് ഒന്നും അറിയത്തില്ല. അപ്പോൾ ഈ ട്രൂത്ത് ടേബിൾ ഒരു പ്രത്യേകത ആദ്യം മനസ്സിലാക്കുക. ട്രൂത്ത് ടേബിളിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഈ 0 വരുന്ന കേസിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 വരും. ഇവിടെ നോക്കുമ്പം എയുടെ 2 ഇൻപുട്ടും 0 ആണ്.
ഇവിടെ വരുമ്പോൾ എയുടെ ഒരു ഇൻപുട്ട് 0 ഇവിടെ വരുമ്പോൾ ബിയുടെ ഒരു ഇൻപുട്ടാണ് 0 വരുന്നത്. അപ്പോൾ 0 ആരുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്താലും എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ് അല്ലേ? നോക്കിക്കേ, അങ്ങനെയല്ലേ? 0 ആരുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്താലും എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആണ് വാല്യൂ. അപ്പം ഞാൻ അത് വെച്ചാണ് ഞാൻ ഇവിടെ ഓരോ കേസ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ കേസ് കൺസിഡർ ചെയ്യുമ്പോൾ എസും ആറും ആണ് അല്ലേ? എസും ആറിന് ഓരോ വാല്യൂസ് ഉണ്ട്. അപ്പൊ എസും ആറ് 2 ഇൻപുട്ട് ആയതുകൊണ്ട് എത്ര പോസിബിൾ കോമ്പിനേഷൻസ് വരാം? 4 പോസിബിൾ കോമ്പിനേഷൻസ് വരാം. 0 0 0 1 1 0 1 1 അങ്ങനെ 4 പോസിബിൾ കോമ്പിനേഷൻസ് വരാം. അപ്പൊ ഇവിടുത്തെ വാല്യൂ എങ്ങനെയൊക്കെ വരാമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ 2 ഔട്ട്പുട്ട് ഉണ്ട്, ക്യൂ ആൻഡ് ക്യൂ ബാർ. അപ്പൊ ഞാൻ ആദ്യമേ പറയാം, ക്യൂ എന്ന് പറയുന്നത് ജനറൽ വാല്യൂ ആണ്, ക്യൂ ബാർ എന്ന് പറയുന്നത് ക്യൂ കോംപ്ലിമെന്റ് ആണ് ആക്ച്വലി. ക്യൂ ബാർ. അപ്പൊ ക്യൂവിന്റെ വാല്യൂ എന്താണ്? ഇപ്പൊ സപ്പോസ് ക്യൂവിന്റെ വാല്യൂ 1 വന്നാൽ ക്യൂ ബാറിന്റെ വാല്യൂ എന്തേ വരാവൂ? 0 വരാവൂ. ക്യൂ കോംപ്ലിമെന്റ് വാല്യൂ 0 വരാവൂ. അടുത്ത ക്യൂവിന്റെ വാല്യൂ 0 വന്നാലോ ക്യൂ കോംപ്ലിമെന്റ് വാല്യൂ 1. അങ്ങനെ ആയിരിക്കുമല്ലോ ക്യൂ ആൻഡ് ക്യൂ ഡാഷ് അല്ലെങ്കിൽ ക്യൂ ആൻഡ് ക്യൂ ബാർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ ക്യൂ കോംപ്ലിമെന്റ് ആയിരിക്കും, അപ്പുറത്തെ സൈഡിൽ ഔട്ട്പുട്ട് ഉണ്ടായിരിക്കും. അപ്പൊ ഇത് എപ്പോഴും മനസ്സിൽ ഓർത്ത് വെച്ചേക്കും. അപ്പൊ നമുക്ക് ഇനി ഓരോരോ വാല്യൂസ് ആയിട്ട് ഈ നാൻഡ് ഗേറ്റിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എസിന്റെ ആറിന്റെയും വാല്യൂ 0 0 വരുമ്പോൾ എന്തായിരിക്കും ഔട്ട്പുട്ട് കിട്ടുക എന്നുള്ളത്. നമുക്ക് 0 0 വാല്യൂ ഇവിടെ നിൽക്കട്ടെ, ആദ്യം 0 1 1 0 കൊടുത്തു നോക്കാം. ഓക്കെ, അപ്പം ഞാൻ അതിനായിട്ട് പുതിയൊരു ആൻഡ് ഗേറ്റ് വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പം ഞാൻ പുതിയൊരു ആൻഡ് ഗേറ്റ് വരയ്ക്കുകയാണ്, അതായത് കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടി. അപ്പം ഞാൻ അത് എസിൻ്റെ ആറിൻ്റെയും വാല്യൂ 0യും ആറിൻ്റെ വാല്യൂ 1ഉം കൊടുക്കുകയാണ്. അപ്പം ഞാൻ നേരത്തെ ഇൻപുട്ട് പറഞ്ഞു 0യുടെ കൂടെ ഏത് മൾട്ടിപ്ലൈ ചെയ്താലും എനിക്ക് ഔട്ട്പുട്ട് എന്താണ് കിട്ടുക? 1. അപ്പോൾ 0യുടെ കൂടെ ഏത് മൾട്ടിപ്ലൈ ചെയ്താലും എനിക്ക് ഔട്ട്പുട്ട് ഇവിടെ എന്താ കിട്ടുക? 1 ആണ് കിട്ടുക അല്ലേ? അപ്പം ഞാൻ ആദ്യമേ തന്നെ പ്രിസംഷനിൽ പോകണം. അപ്പം ഈ 1ന് പിന്നെ ഞാൻ എവിടെ കൊടുക്കുവാണ്? തിരിച്ച് ഈ 1ന് ഞാൻ ഇവിടെ കൊടുക്കുവാണ് 1. അപ്പോൾ 1ഉം 1ഉം നാൻഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഔട്ട് 0 കിട്ടും. ഈ 0 ഇവിടെ കൊടുക്കുമ്പോൾ ഇപ്പോൾ കറക്റ്റ് ആയില്ലേ? 0 നാൻഡഡ് 0 ചെയ്യുമ്പോൾ 1 കിട്ടി, 1 നാൻഡ് ചെയ്യുമ്പോൾ 0 കിട്ടി. അപ്പോൾ ക്യൂവിൻ്റെ വാല്യൂ ക്യൂ ആൻഡ് ക്യൂ ബാറിൻ്റെ വാല്യൂ. ഓക്കെ, ഇപ്പോൾ ക്യൂവിൻ്റെ വാല്യൂ എത്ര കിട്ടി? 1 കിട്ടി. ക്യൂ ബാറിൻ്റെ വാല്യൂ 0 കിട്ടി. ക്ലിയർ ആണോ? ഇനി അടുത്തത് ഞാൻ എസിൻ്റെ വാല്യൂ 1ഉം 0യും കൊടുക്കുവാണെങ്കിൽ എസിൻ്റെ വാല്യൂ 1ഉം 0യും കൊടുക്കുവാണ്. ക്യൂ ബാർ എസിന്റെ വാല്യൂ 1ഉം ആറിന്റെ വാല്യൂ 0യും. അപ്പൊ 0യുടെ കൂടെ ഏത് കോമ്പിനേഷൻ മൾട്ടിപ്ലൈ ചെയ്താലും ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പൊ ഈ 1 ഇവിടെ പോയി, ഈ 1ഉം 1ഉം നാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0 ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, അപ്പൊ ക്യൂവിന്റെ വാല്യൂ 0 ആണെങ്കിൽ ക്യൂ ബാറിന്റെ വാല്യൂ 1. അപ്പൊ നമുക്ക് ഇവിടെ ടേബിൾ എഴുതാമോ? ക്യൂവിന്റെ വാല്യൂ 0യും ക്യൂ ബാറിന്റെ വാല്യൂ 1. അപ്പൊ നമ്മൾ ഇങ്ങനെ വരുന്ന കേസിന് ക്യൂവിന്റെ വാല്യൂ 1ഉം ക്യൂ ബാറിന്റെ വാല്യൂ 0യും ഇതിന് നമ്മൾ മെമ്മറി സെറ്റ് എന്നാണ് പറയുന്നത്, മറ്റൊരു നമ്മൾ മെമ്മറി റീസെറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് 0 0 എന്ന കേസ് കൊടുത്തു നോക്കാം. എസിന്റെ വാല്യൂ 0, ആറിന്റെ വാല്യൂ 0. ശരിക്കും നോക്കുമ്പോൾ എസിന്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നമുക്ക് അസ്യൂം ചെയ്യാതെ. ഓക്കെ, അപ്പോൾ ഈ 0യുടെ കൂടെ ഔട്ട് ചെയ്യുന്നത് ഇവിടെ 1 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ 1ഉം 0 എന്ന് പറയുന്നത് 1 0 കൊടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? വീണ്ടും 1 ആയിരിക്കും കിട്ടുക അല്ലേ? അപ്പോൾ ഇവിടുത്തെ കേസ് എന്ന് വെച്ചാൽ 2ഉം 1 ആണ്. അപ്പോൾ അങ്ങനെ ഒരു കേസ് വരുമോ? വരാൻ പാടുണ്ടോ? വരാൻ പാടില്ല. അപ്പോൾ ഈ കേസിന് നമ്മൾ ഇൻവാലിഡ് കേസ് എന്നാണ് പറയുന്നത്. എന്ത് കേസ് എന്നാണ് പറയുന്നത്? ഇൻവാലിഡ് കേസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ 2യും നമുക്ക് വാല്യൂ കിട്ടില്ല. ഓക്കെ, ഇനി ഫൈനൽ സ്റ്റേജ്, അതായത് 1 1ന്റെ വാല്യൂ അതും കൂടെ നമുക്ക് നോക്കാം. എസിന്റെ വാല്യൂ 1ഉം ആറിന്റെ വാല്യൂ 1. ഓക്കെ, എസിന്റെ വാല്യൂ 1ഉം ആറിന്റെ വാല്യൂ 1. അപ്പം നമ്മൾ ആദ്യത്തെ കേസിൽ നമ്മൾ അസ്യൂം ചെയ്യുക. ഓക്കെ, എസിന്റെ വാല്യൂ 1 നമുക്കിപ്പം അതേ നടക്കുള്ളൂ. ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ ഔട്ട്, അതായത് ഇപ്പം നമുക്ക് ക്യൂവിന്റെ ഔട്ട് 0 ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ 0 അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ക്യൂവിന്റെ വാല്യൂ വിൽ ബി ഈക്വൽ ടു 0 എന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ 0 1 ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഔട്ട്പുട്ട് കിട്ടും? 0 1 ചെയ്യുമ്പോൾ 1 കിട്ടും. അപ്പോൾ ഈ 1 ഇവിടെ പോകുമ്പോൾ 1ഉം 1ഉം ചെയ്യുമ്പോൾ നമുക്ക്
0 തന്നെ കിട്ടും അല്ലേ. വീണ്ടും ഈ 0 ഇവിടെ വരും, 0 1 1 തന്നെ കിട്ടും. അപ്പോൾ ഇതെന്ന് പറയുന്നത് പ്രീവിയസ് സ്റ്റേറ്റിനെ ആക്ച്വലി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പ്രീവിയസ് ഔട്ട്പുട്ട് എന്താണോ കിട്ടുന്നത് അത് തന്നെയാണ് ഇപ്പോൾ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് 1ഉം 1ഉം വരുന്ന കേസിൽ പ്രീവിയസ് എന്താണോ വാല്യൂ വരുന്നത് അവർ തന്നെയാണ് നമുക്ക് വാല്യൂ ഇടുന്നത്. നമുക്ക് അവിടെ ക്യൂവിൻ്റെയും ക്യൂ ബാറിൻ്റെയും വാല്യൂ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതാണ് എന്ത് വരുന്നത്, SR ലാച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഈ SR ലാച്ചിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ട്രൂത്ത് ടേബിളും കൂടെ കാണിക്കാം. എങ്ങനെയായിരിക്കും SR ലാച്ചിൻ്റെ ടേബിൾ വരിക എന്നുള്ളത്. ഇങ്ങനെയായിരിക്കും SR ലാച്ചിൻ്റെ ടേബിൾ വരുന്നത്. അപ്പോൾ SR ആദ്യം 0 0 വരുമ്പം ഇൻവാലിഡ് ആണ്, 0 1 വരുമ്പം സെറ്റാണ്, 1 0 വരുമ്പം റീസെറ്റ് ആണ്, 1 1 വരുമ്പം പ്രീവിയസ് സ്റ്റേറ്റ് ആണ്. ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റും ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ക്യൂ ആൻഡ് ക്യൂ ബാറിൻ്റെ വാല്യൂ വേണമെങ്കിൽ എഴുതാം. 2 ഇൻവാലിഡ് കേസാണ്. സെറ്റ് എന്ന് പറയുമ്പോൾ 1 0 ആണ്, 0 1 ആണ്. പ്രീവിയസ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ പ്രീവിയസ് സ്റ്റേറ്റ് എന്താണോ അത് തന്നെ കൊടുക്കണം. നമുക്ക് അവിടെ പ്രത്യേകിച്ച് വാല്യൂസ് ഒന്നും അവിടെ എഴുതാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇതാണ് SR ലാച്ച് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി നാൻഡ് ഗേറ്റ് വെച്ചിട്ടുള്ള ലാച്ചാണ്. അപ്പോൾ ഇനി നോർ ഗേറ്റ് വെച്ചിട്ടുള്ള ലാച്ച് എങ്ങനെ വരാം? അപ്പം നോർ ഗേറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും വരുന്നത്. വേറെ പ്രത്യേകിച്ച് വലിയ ഡിഫറൻസ് ഒന്നും വരത്തില്ല. എന്താ വ്യത്യാസം വരുന്നതെന്ന് വെച്ചാൽ ആൻഡിന് പകരം നോർ യൂസ് ചെയ്യും, നാൻഡിന് പകരം നോർ യൂസ് ചെയ്യും, അത്രേ ഉള്ളൂ. പിന്നെ ട്രൂത്ത് ടേബിളിൻ്റെ കേസിലും ഒരു വ്യത്യാസം വരുന്നുണ്ട്. ട്രൂത്ത് ടേബിളിൻ്റെ കേസിലും S+R ആണ്, സോറി A+B ദ ഹോൾ കോംപ്ലിമെൻറ്റ് ആ രീതിക്കാണ് വരുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ 0 0 0 1 1 0 1 1 ആണ്. ഇപ്പോൾ 0 + 0 എന്ന് പറയുന്നത് 0 ആണ്, വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. 0 + 1 എന്ന് പറയുന്നത് 1 ആണ്, നോട്ട് ചെയ്യുമ്പോൾ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അടുത്തത് 1 + 0 എന്ന് പറയുന്നത് 1 ആണ്, നോട്ട് ചെയ്യുമ്പോൾ 0 ആയിരിക്കും. ഈ 1 + 1 എന്ന് പറയുന്നത് ആക്ച്വലി ഇവിടെ വരുമ്പോൾ നമ്മൾ 1 ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് A+B ചെയ്യുമ്പോൾ, എന്നിട്ട് നമ്മളതിനെ നോട്ട് ചെയ്യുമ്പോൾ 0 ആണ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ 1 ഏത് കോമ്പിനേഷൻ്റെ കൂടെ വന്നാലും 0 ആണ്. മറ്റു നേരത്തെ നാൻഡ് ചെയ്ത സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് 0 ഏത് കോമ്പിനേഷൻ്റെ കൂടെ വന്നാലും നമുക്ക് എന്ത് കിട്ടും എന്നാണ് പറഞ്ഞത്, 1 ആണ് കിട്ടുന്നത്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്. അപ്പം ഇത് വെച്ചിട്ട് SRൻ്റെ 4 കേസസും ചെയ്ത് ട്രൂത്ത് ടേബിൾ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ.